അസ്സലാമു അലൈക്കും. വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു ചെമ്മീൻ കറിയാട്ട തേങ്ങ പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പം അതിന് ഞാനിതാ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല കുനുകുനാ ഇത് സവാളയാണ്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 2 ഉണക്കമുളക്, പിന്നെ നമ്മളെ സാദാ മുളക് പൊടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് വെക്കാം. അപ്പം ഗൾഫിലാണുള്ളത്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു സൗകര്യമൊക്കെ നമുക്ക് അടുക്കളക്കുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫ്രിഡ്ജൊക്കെ ചെറിയൊരു ഫ്രിഡ്ജും സൗകര്യം, അത്രയൊക്കെ സൗകര്യം മതിയല്ലോ ജീവിക്കാൻ, നല്ലതല്ലേ. ഇതാണ് റൂമൊക്കെ ഉണ്ടോ. നല്ലൊരു വിധം ഫാമിലിക്കൊക്കെ കഴിയാം. അങ്ങനെയൊക്കെ തന്നെ ഗൾഫ് കിട്ടുന്ന ഭാഗ്യമല്ലേ സൗകര്യങ്ങൾ. ടേബിളിൽ അയൺ ചെയ്യുന്നൊക്കെയാണ്. ചെറിയ സൗകര്യമാണെങ്കിലും നമുക്കിത് വലിയ സൗകര്യമുണ്ട്. പിന്നെ അത് ആറിയൊക്കെ ഇടാൻ ഉള്ള സൗകര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി, അതിലേക്ക് നാട്ടുന്നുണ്ടോന്ന് വെളിച്ചെണ്ണ ഇട്ട് വെളിച്ചെണ്ണ കുറഞ്ഞ വെളിച്ചെണ്ണ ഇട്ടിക്കാവുള്ളൂ കേട്ടോ. കുറച്ച് എണ്ണ അധികമില്ലാത്ത എണ്ണ അധികം നല്ലതല്ല, കൊളസ്ട്രോള് ഒക്കെ നല്ലതല്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ കണ്ടിട്ടുണ്ടാവുക, അതിൽ കിടന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ 2 ഉണക്കമുളക് കേട്ടോ. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ഇനി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ. കുനുകുന അരിഞ്ഞ് വെച്ചതന്നെ, ചതച്ചതല്ല. നേരമില്ലാത്തവർക്കൊക്കെ വേഗം ഇങ്ങനെ ഉണ്ടാക്കാം. ആണുങ്ങൾക്കൊക്കെ വേഗം സുഖം. ഗൾഫിലറായി കൂടുന്നവർക്ക് ഞാൻ ഒരു തക്കാളി മുറിച്ചും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഇതൊക്കെ നല്ല വഴന്ന് വെട്ടി കറിവേപ്പിലിട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് കേട്ടോ. ഒക്കെ ഇട്ട് അധികം കരിഞ്ഞ് പോകരുത്. അപ്പോൾ കറിക്ക് നിറം കിട്ടില്ല, കറീൻ്റെ നിറം മാറും. ഇനി പുളി ഒഴിച്ച് കൊടുക്കട്ടെ. കുടംപുളി 3 അല്ലി കേട്ടോ എടുത്ത്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിനി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം ഇച്ചിരി കുറച്ച് അധികം ഒഴിച്ച് കൊടുത്ത് ഞാൻ കിടന്ന് നല്ല വെന്ത് തക്കാളിയും മസാലയൊക്കെ നല്ല വേവണം. അതിനാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് കറി ഉണ്ടാക്കി എടുക്കട്ടോ. പണിക്കൊക്കെ പോയി ജോലിക്കൊക്കെ പോയി വരുന്നവർക്ക്. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തു. കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ സോഡിയം കുറയും. നമുക്ക് എപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കണം. പൊടിയുപ്പ് അല്ലാത്ത ദോശയിൽ, ഇഡ്ഡലി മാവിൽ അങ്ങനെയൊക്കെ ഇടുക എന്നല്ലാതെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്
നമ്മളിത് മൂടി വെക്കട്ടെ, നല്ല തിളക്കട്ടെ. അപ്പോൾ നമ്മൾ നല്ല തിളച്ച് വെന്തിട്ടുണ്ട്. മസാലയൊക്കെ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടോ. ചെമ്മീൻ കിടന്ന് നല്ല വേവട്ടെ. നല്ല വേവട്ടെ. അപ്പോൾ നമ്മളിനി ഇത് വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കേട്ടോ തേങ്ങാപ്പാൽ തന്നെ നല്ല തേങ്ങാപ്പാൽ ഇട്ടത്, നല്ല കുറുക്ക് നല്ല തേങ്ങൻ്റെ നല്ല പാലത് ഞാൻ ഒഴിച്ച് കൊടുക്കുക. തീ കുറച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. കൂടെ വെച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. എന്നാൽ 2 ദിവസമൊക്കെ വെച്ചാലും കറി കേട് വരില്ല കേട്ടോ. നല്ല തേങ്ങാപ്പാൽ വെട്ടി തിളച്ച് ഇതാക്കി ഇറക്കി വെച്ചാൽ. കാബേജ് ഉപ്പേരിയും കൂടെ കേട്ടോ. തുറന്നിട്ടാൽ ഈ വെള്ളം ഒക്കെ വറ്റി പോവും ഉപ്പേരിന്ന്. ആദ്യം ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് തുറന്നിട്ട് കഴിച്ചാൽ വെള്ളം ഉണ്ടാവില്ല. തേങ്ങ ഇടാത്ത ഉപ്പേരി കേട്ടോ. കാബേജ് തേങ്ങ ഇടാതെ വെച്ചത്. അപ്പം നമ്മളൊന്ന് തുറന്ന് നോക്കട്ടോ. നല്ല തിളച്ച് ചാറൊക്കെ കുറുകി നല്ല തിളച്ച് റെഡിയായിട്ടോ. ഇനി നമ്മൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ ശേഷമായിട്ടോ. ഇനി അടച്ച് വെക്കാം. അപ്പം നമ്മളെ കറി റെഡിയായിട്ടോ. അപ്പം നമ്മളെ മീൻ കറി റെഡി ആയതാട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചെമ്മീൻ കറിയാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം ഞങ്ങൾ ചോറ് തിന്നാൻ പോകുക കേട്ടോ. അതാ മീൻ കറി, കായ് തോരനും ചോറ് വയ്ക്കട്ടെ.